ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴയിൽ KSRTC സ്റ്റാൻഡുകളിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. മാവേലിക്കര, ആലപ്പുഴ ഡിപ്പോകളിലും മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിലും KSRTCയുടെ ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരെത്തി ശുചീകരണം നടത്തി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് യജ്ഞം സംഘടിപ്പിച്ചത്. സംസ്ഥാന കോർഡിനേറ്റർ ശശികല ഗജ്ജർ നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തുന്ന ഡിപ്പോകളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. ചേർത്തല, ആലപ്പുഴ, മാവേലിക്കര ഡിപ്പോകളാണ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ചേർത്തല ഡിപ്പോയിലും ശുചീകരണം നടന്നു. പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി ആഘോഷം മാർച്ച് 4-നാണ് നടക്കുന്നത്. ഭക്തർ വഴിപാടായി നടത്തുന്ന കുത്തിയോട്ടവും 13 കരകളിൽ നിന്ന് അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്ന വർണ്ണാഭമായ കെട്ടുകാഴ്ചകളും പുലർച്ചെ നടക്കുന്ന ദേവിയുടെ ജീവിത എഴുന്നള്ളത്തുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന കാഴ്ചകൾ. കുത്തിയോട്ട ചടങ്ങുകളും കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ജോലികളും ശിവരാത്രി ദിനത്തിലാണ് തുടങ്ങുന്നത്. ഈ വർഷം 14 കുത്തിയോട്ടങ്ങളാണ് ഉള്ളത്. 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ജില്ലാതല ബഡ്സ് കായികമേളയിൽ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ ജേതാക്കളായി. പുന്നപ്ര അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന കായികമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ASP അമ്മിണിക്കുട്ടൻ മുഖ്യാതിഥിയായി. മഴവെള്ള സംഭരണികൾ സൗജന്യമായി സ്ഥാപിച്ച് നൽകുന്ന പദ്ധതിയുമായി എഴുപുന്ന തൊഴിലാളി കർഷക സംഘം രംഗത്ത്. പഞ്ചായത്തുകൾ കുടിവെള്ള ടാങ്കുകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് അവ മഴവെള്ള സംഭരണികളാക്കി മാറ്റി സ്ഥാപിക്കുന്ന പദ്ധതിയുമായി ഈ സംഘടന രംഗത്തിറങ്ങിയത്. ഓട്, ഷീറ്റുകൾ, കോൺക്രീറ്റ് എന്നിങ്ങനെ ഏത് മേൽക്കൂരയായാലും സംഭരണികൾ സ്ഥാപിക്കാം. ആവശ്യമായ പൈപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീട്ടുടമ വാങ്ങി നൽകണം. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന അരൂർ, ചേർത്തല മണ്ഡലങ്ങളിലെ ജനങ്ങൾ ജപ്പാൻ പദ്ധതിയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കുടിവെള്ളം തടസ്സപ്പെടുന്നത് ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ചേർത്തലയിലെ പ്രസിദ്ധമായ കണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ബുധനാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്നും നാളെയുമായി ചേരുവാര താലപ്പൊലികൾ നടക്കും. ചൊവ്വാഴ്ച വടക്കേ ചേരുവാര ഉത്സവവും ബുധനാഴ്ച തെക്കേ ചേരുവാര ഉത്സവവും നടക്കും. ചേർത്തല പള്ളിപ്പുറം തിരു ഐരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം പുരോഗമിക്കുന്നു. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. സത്രം 26-ന് സമാപിക്കും. INTUC ആലപ്പുഴ ജില്ലാ പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് G ബൈജു അധ്യക്ഷത വഹിച്ചു. യുവ തൊഴിലാളി വിഭാഗം ദേശീയ പ്രസിഡന്റ് RD ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല KSRTC ഡിപ്പോയിൽ നിന്നും കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതിനും നിലവിലെ സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനും മന്ത്രിതല ചർച്ചയിൽ ധാരണയായി. ചേർത്തല MLA ആയ മന്ത്രി P പ്രസാദ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യാത്രക്കാർ കൂടുതലുള്ള റൂട്ടുകളിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. മന്ത്രി P പ്രസാദിന്റെ ആസ്തി വികസന പദ്ധതി ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ ചേർത്തല KSRTC സ്റ്റാൻഡിൽ വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിക്കും. കോവിഡിന് മുമ്പുണ്ടായിരുന്ന വയലാർ, എട്ടുപുരക്കൽ, തുറവൂർ, വളമംഗലം സർവീസുകൾ പുനരാരംഭിക്കും. ദിവസേന രാവിലെ അർത്തുങ്കിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് തുടങ്ങുവാനും തീരുമാനിച്ചു. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മന്ത്രിതലത്തിൽ വീണ്ടും ചർച്ച നടക്കും. കയറുൽപ്പന്നങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കുക, ഓർഡർ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.